Hi, my dear students. Welcome to Mathematics online classes. ഇപ്പോൾ നമ്മൾ കോംപ്ലക്സ് നമ്പർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയ ഒരു ടോപ്പിക്ക് പഠിക്കാം, അടുത്ത ക്ലാസ്സിൽ പുതിയ ഒരു ടോപ്പിക്ക് പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർത്തിയത്. സോ ഇന്ന് നമ്മൾ പുതിയ ഒരു ടോപ്പിക്ക് തുടങ്ങുകയാണ്. കോംപ്ലക്സ് നമ്പറിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ഹെഡിങ് ഇതാണ്: Argand plane and polar representation. Argand plane and polar representation. ഇപ്പോ നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പർ തരികയാണെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യാൻ ഒരു മെത്തേഡ് മാത്രമേ അറിയത്തുള്ളൂ. Z equal to a plus ib അല്ലെ? അതുപോലെ മറ്റൊരു റെപ്രസെന്റേഷൻ ഉണ്ട്, അതാണ് എന്ന് പറയുന്നത് പോളാർ റെപ്രസെന്റേഷൻ. അപ്പൊ മറ്റൊരു രീതിയിൽ എങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് പഠിക്കണം? എന്താണ് ആർഗണ്ട് പ്ലെയിൻ എന്ന് പഠിക്കുക. വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് മാറ്റി പറയുന്നു. നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ, പിന്നെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. ഇത് രണ്ടും കൂടെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തിരിക്കുന്നു. ഇത് നമ്മൾ എന്തോ പറയുന്നേ? ഹൊറിസോണ്ടൽ ലൈൻ ഏത് ആക്സിസ് ആണ്? എക്സ് ആക്സിസ്. വെർട്ടിക്കൽ ലൈൻ ഏത് ആക്സിസ് ആണ്? വൈ ആക്സിസ്. രണ്ടും കൂടെ മീറ്റ് ചെയ്ത പോയിന്റ് ഏതാണ്? ഒറിജിൻ. ഓർക്കുന്നുണ്ടല്ലോ, എക്സ് വൈ പ്ലെയിൻ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. അപ്പോ ആർഗണ്ട് പ്ലെയിൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് തന്നെയാണ് വരച്ചിരിക്കുന്നത്? എക്സ് വൈ പ്ലെയിൻ ആണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഈക്വൽ ഡിസ്റ്റൻസിൽ റൈറ്റ് സൈഡിൽ എന്ത് മാർക്ക് ചെയ്യാം? 1 2 3. ടോപ്പിലോട്ടും എന്ത് തന്നെയാ? +1 +2 +3 +4. ലെഫ്റ്റിലോട്ട് വരുമ്പോഴോ -1 -2 -3 -4. റൈറ്റ് താഴോട്ട് പോകുമ്പോഴോ -1 -2 -3. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തേക്കാണ്? നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എക്സ് വൈ ആക്സിസ് വരച്ചു, അതിന്റെ അകത്ത് ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ പറയാണ് 2 3. എങ്ങനെയാണ് നമ്മൾ 2 3 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുന്നത്? 2 എന്നുള്ളത് എവിടെ എടുക്കുക? എക്സ് ആക്സിസിൽ എടുക്കുക. 3 എന്നുള്ളത് എവിടെ എടുക്കുക? വൈ ആക്സിസിൽ എടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ഈ രണ്ട് പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻസ് വരച്ച് മീറ്റ് ചെയ്യിപ്പിക്കുക. അപ്പൊ 2ൽ നിന്ന് മുകളിലോട്ടും 3ൽ നിന്ന് റൈറ്റിലോട്ടും വരച്ചാലേ എന്ത് ചെയ്യത്തുള്ളൂ? പെർപെൻഡിക്കുലർ ലൈൻ മീറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ 2ൽ നിന്ന് ഞാൻ മുകളിലോട്ട് വരച്ചു, ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ഡിഗ്രി. 3ൽ നിന്ന് റൈറ്റിലോട്ടും വരച്ചു, ഈ ആംഗിൾ എത്രയാണ്? 90. രണ്ടും കൂടെ ഒരു പോയിന്റ് ഒന്ന് മീറ്റ് ചെയ്തേക്കുന്നുണ്ടോ? ഈ ഒരു പോയിന്റ് ഉണ്ടോ? ആ പോയിന്റ് ആണ് എന്ന് പറയുന്നത് 2 3. ഓക്കെ, ആ പോയിന്റ് നമ്മൾ വിളിക്കുന്ന ആ പോയിന്റിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന പോയിന്റ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? 2 3 എന്ന പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. 2നെ എക്സ് കോർഡിനേറ്റ് എന്നും 3 എന്തെന്നും പറയുന്നു? വൈ കോർഡിനേറ്റ് എന്നും പറയുന്നു. ഓക്കെ, ഈ സാധനം, ഈ കൊടുത്തിരിക്കുന്ന സംഭവം അല്ലെ, ഈ പറഞ്ഞ എക്സ് വൈ പ്ലെയിനിനെ നമ്മൾ എന്തിലോട്ട് കൊണ്ടുവരാൻ പോവാ? കോംപ്ലക്സ് നമ്പറിലോട്ട് കൊണ്ടുവരാൻ പോവാ. സിമ്പിൾ ആണ്. നമുക്കൊരു കോംപ്ലക്സ് നമ്പർ തന്നിരിക്കുന്നു 2 + i3. ഓക്കെ, എന്റെ ഒരു കോംപ്ലക്സ് നമ്പർ തന്നേക്കാണ് എന്താണ്? 2 + i3. അപ്പോ a യുടെ സ്ഥാനത്ത് 2, b യുടെ സ്ഥാനത്ത് 3 അല്ലെ? നമുക്ക് ഇത് x ഉം y വെച്ച് പറയുകയാണെങ്കിലോ x + iv iy എന്ന ഫോമിലല്ലേ? x ഉം y ഉം പറയുകയാണെങ്കിൽ x + iy എന്ന ഫോമിലല്ലേ? ഇതിനെ വേണമെങ്കിൽ x + iv യെ നമ്മൾ ഒരു കോർഡിനേറ്റ് പെയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓർഡേർഡ് പെയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പോവാം. വേറെ ഒന്നുമില്ല, ആദ്യം എന്തെടുക്കുന്നു? റിയൽ പാർട്ട്, കോമ അടുത്ത് എന്തെടുക്കുന്നു? ഇമാജിനറി പാർട്ട്. അപ്പോ x + iy യെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റി? xy എന്ന് എഴുതാൻ പറ്റി. അതുപോലെ 2 + i3 എങ്ങനെ എഴുതാം? റിയൽ പാർട്ട് 2, ഇമാജിനറി പാർട്ട് 3. അപ്പൊ ഇത് എന്തിന് ഈക്വൽ ആയി? 2, 3. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് ആയിട്ട് മാറി. ഈ തന്നിരിക്കുന്നതിനെ ഞാൻ എന്തായിട്ട് മാറ്റി? ഒരു ഓർഡേർഡ് പെയർ ആക്കി മാറ്റി. ഈ ഓർഡേർഡ് പെയർ ആണ് നമ്മൾ എന്തിൽ മാർക്ക് ചെയ്തേക്കുന്നത്? എക്സ് വൈ പ്ലെയിൻ വരച്ച് മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പൊ എന്തോ മനസ്സിലായി? ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഓർഡേർഡ് പെയർ ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? ആദ്യത്തെ എലമെന്റ് റിയൽ പാർട്ട്, കോമ രണ്ടാമത്തെ എലമെന്റ് ഇമാജിനറി പാർട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു എക്സാമ്പിൾ കൂടെ പറയാം.
3 മൈനസ് ഐ. അടുത്തൊരു കോംപ്ലക്സ് നമ്പർ തന്നേക്കാണ് 3 മൈനസ് ഐ. ഇതെങ്ങനെ ഓർഡേർഡ് പെയർ ആയിട്ട് പറയാം? x കോർഡിനേറ്റ് അല്ലെങ്കിൽ റിയൽ പാർട്ട് ഇവിടെ ഏതാ 3 അല്ലേ, അതെന്തായിട്ട് എടുത്തു? x കോർഡിനേറ്റ്. ഇനി ഇമാജിനറി പാർട്ട് എന്തായിട്ട് എടുക്കണം? y ആയിട്ട് എടുക്കണം, y കോർഡിനേറ്റ് ആയിട്ട് എടുക്കണം. ഇവിടെ മൈനസ് ഐ എന്ന ഫോമിലല്ലേ, മൈനസ് ഐ എന്നല്ലേ കിടക്കുന്നേ, അപ്പോ അവിടെ എന്തെടുക്കാം? മൈനസ് 1. കാര്യം a പ്ലസ് അല്ലെങ്കിൽ x പ്ലസ് iy എന്ന ഫോമിലാണ് ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ x ന്റെ സ്ഥാനത്ത് 3, y ന്റെ സ്ഥാനത്ത് എന്താ? -1. ഈ 3 -1 നമുക്ക് എവിടെ ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും? ഈ തന്നിരിക്കുന്ന പ്ലെയിനിന്റെ അകത്ത് മാർക്ക് ചെയ്തൂടെ? അപ്പോൾ 3 എന്നുള്ളത് എവിടെ എടുക്കുക? x ആക്സിസിൽ എടുക്കുക. -1 എന്നുള്ളത് y ആക്സിസിൽ എടുക്കുക. എന്നിട്ട് ഇവിടുന്ന് താഴോട്ടും ഇവിടുന്ന് വലത്തോട്ടും വരച്ചു. രണ്ടുകൂടെ ഒരു പോയിന്റ് മീറ്റ് ചെയ്തല്ലോ. ഇതാണ് എന്തെന്ന് പറയുന്നത്? 3 - 1. ഈ പോയിന്റ് എന്തെന്ന് കിട്ടി? 3 - 1 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? ഫസ്റ്റ് ഒരു കോംപ്ലക്സ് നമ്പറിനെ എന്തിലോട്ട് മാറ്റി? ഓർഡേർഡ് പെയർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ആ ഓർഡേർഡ് പെയറിനെ നമ്മൾ എവിടെ മാർക്ക് ചെയ്തു? XY പ്ലെയിനിൽ മാർക്ക് ചെയ്തു. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ വരച്ചിരിക്കുന്ന XY പ്ലെയിനിലെ ഓരോ പോയിന്റും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ശരിയല്ലേ? ഇപ്പൊ 2 3 എങ്ങനെ നമുക്ക് 2 3 കിട്ടിയത്? 2 പ്ലസ് i3. അപ്പൊ ഈ ഒരു പോയിന്റ് ഏത് കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നു? 2 പ്ലസ് i3. ഈ ഒരു പോയിന്റ് ഏത് കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നു? 3 മൈനസ് ഐ. അതുപോലെ ഈ കോംപ്ലക്സ് നമ്പറിലുള്ള ഓരോ പോയിന്റും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ XY പ്ലെയിനിൽ മാർക്ക് ചെയ്യുമ്പോൾ ആ പ്ലെയിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ആർഗന്റ് പ്ലെയിൻ എന്ന് വിളിക്കുന്നു. അപ്പൊ ഒരു പ്ലെയിനിലുള്ള ഓരോ പോയിന്റ്സും ഓരോ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? ആർഗന്റ് പ്ലെയിൻ എന്ന് പറയാം. ഇതില് x കോർഡിനേറ്റ് ആയിട്ട് എടുത്തേക്കുന്നത് റിയൽ പാർട്ടും y കോർഡിനേറ്റ് ആയിട്ട് എടുത്തേക്കുന്നത് എന്താ? ഇമാജിനറി പാർട്ടുമാണ്. അതുകൊണ്ട് നമ്മൾ ഈ x ആക്സിസിനെ, ഈ വരച്ചിരിക്കുന്ന x ആക്സിസിനെ റിയൽ ആക്സിസ് എന്നും y ആക്സിസിനെ ഇമാജിനറി ആക്സിസ് എന്നും പറയും. ഓക്കെ, അപ്പോ ആർഗന്റ് പ്ലെയിൻ എടുക്കുമ്പോ അവിടെ വരയ്ക്കുന്ന രണ്ട് ആക്സിസ് ഏതൊക്കെയാണ്? ഒന്ന് റിയൽ ആക്സിസ്, രണ്ടാമത്തേത് ഇമാജിനറി ആക്സിസ്. റിയൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? x ആക്സിസിനും ഇമാജിനറി ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? y ആക്സിസിനും ഈക്വൽ ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് റിയൽ ആക്സിസും ഇമാജിനറി ആക്സിസും വരച്ചുകൊണ്ട് ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു റെപ്രസെന്റേഷൻ അതിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പ്ലെയിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആർഗന്റ് പ്ലെയിൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ ആർഗന്റ് പ്ലെയിൻ വെച്ചുകൊണ്ടാണ് നമുക്ക് അടുത്ത് എന്ത് പഠിക്കാനുള്ളത്? പോളാർ റെപ്രസെന്റേഷൻ പഠിക്കാനുള്ളത്. അതിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഇത് മാർക്ക് ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ? ആർഗന്റ് പ്ലെയിൻ വരച്ച് അതിന്റെ അകത്ത് ഒരു കോംപ്ലക്സ് നമ്പർ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യും. ഓക്കെ ആണേ? അടുത്ത നമ്മൾ ഇത് ബേസ് ചെയ്തുകൊണ്ട് തന്നെ, ആർഗന്റ് പ്ലെയിൻ ബേസ് ചെയ്തുകൊണ്ട് തന്നെ മറ്റൊരു കാര്യത്തിലോട്ട് പോവാം. എന്തിലോട്ട് പോകണം? പോളാർ റെപ്രസെന്റേഷൻ. സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ ആദ്യം എന്ത് വരയ്ക്കുന്നു? റിയൽ ആക്സിസ് വരച്ചു. റിയൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണത്? x ആക്സിസ്. ദെൻ ഞാൻ ഇമാജിനറി ആക്സിസ് വരയ്ക്കുന്നു. എന്താണ് ഇമാജിനറി ആക്സിസ് എന്ന് പറഞ്ഞാൽ? y ആക്സിസ്. അപ്പൊ ഇത് x, ഇത് x ഡാഷ്, ഇത് y, ഇത് y ഡാഷ്. പുതിയ രണ്ട് പേര് പഠിച്ചെന്നേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ഇതിനകത്ത് ഞാൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ പോവാണ്, P. ഓക്കെ, ഇതിലൊരു പോയിന്റ് മാർക്ക് ചെയ്തു P. അതിന്റെ കോർഡിനേറ്റ് x, y ആണെന്ന് വിചാരിക്കുക. P യുടെ കോർഡിനേറ്റ് എന്താണ്? x, y. അങ്ങനെയാണെങ്കിൽ P എന്ന് പറയുന്ന പോയിന്റ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഏത് കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നു? x പ്ലസ് iy. ശരിയാണോ? ഇതാണ് നമ്മൾ ആർഗന്റ് പ്ലെയിൻ എന്ന് പറഞ്ഞ് പഠിച്ചത്. ഇപ്പോ ആർഗന്റ് പ്ലെയിനിലെ ഒരു പോയിന്റ് ആണ് P, അതിന്റെ കോർഡിനേറ്റ് xy. അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഒരു കോംപ്ലക്സ് നമ്പർ z ഈക്വൽ ടു x പ്ലസ് iy യെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? ഇനി ആ പോയിന്റിൽ നിന്ന് ഞാൻ ഒറിജിനിലോട്ട് ഒരു ലൈൻ വരച്ചു. ഒറിജിൻ നമ്മൾ കൊടുക്കുന്ന ലെറ്റർ O. ആ OP എന്ന് പറയുന്ന ലൈനിന്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? OP എന്ന് പറയുന്ന ലൈനിന്റെ ഡിസ്റ്റൻസ് എന്ത് വരും? O യുടെ കോർഡിനേറ്റ് എന്താ? 0 0.
P യുടെ കോർഡിനേറ്റ് എന്താ xy. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒറിജിനിൽ നിന്ന് ഒരു പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? റൂട്ട് x² + y². അപ്പൊ ഈ ഒരു കേസ് നോക്കുമ്പോ OP എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് x² + y². ശരിയല്ലേ? നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ x + iy ആണെങ്കിൽ റൂട്ട് x² + y² എന്തിനെ റെപ്രസെന്റ് ചെയ്യും? മോഡുലസ് z നെ റെപ്രസെന്റ് ചെയ്യുന്ന a + ib ആണെങ്കിൽ മോഡുലസ് z എന്താ? റൂട്ട് a² + d². അപ്പൊ x + iy ആണെങ്കിലോ മോഡുലസ് എന്തായിരിക്കും? റൂട്ട് x² + y². അപ്പൊ ഇത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? മോഡ് z നെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇത് തൽക്കാലം ഞാൻ എന്തെന്ന് എടുക്കുന്നു? ഈ ഒരു ഡിസ്റ്റൻസ് OP എന്തെന്ന് എടുക്കുന്നു? അപ്പോ OP എന്ന് പറഞ്ഞാൽ എന്താണ്? r. അത് എന്തിന് ഈക്വൽ ആണ്? മോഡ് z ന് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റൻസിന് നമുക്ക് എന്തെന്ന് പറയാം? മോഡുലസ് ഓഫ് z എന്ന് തന്നെ പറയാം. ഓക്കേ, ഇനി ഈ OP എന്ന് പറയുന്ന ലൈൻ പോസിറ്റീവ് x ആക്സിസ് അല്ലെങ്കിൽ പോസിറ്റീവ് റിയൽ ആക്സിസുമായിട്ട് ഒരു ആംഗിൾ മേക്ക് ചെയ്തിട്ടില്ലേ? ദാ ഈ കൊടുത്തിരിക്കുന്ന ഒരു ആംഗിൾ കാണുന്നുണ്ടോ? എന്തെന്ന് എടുക്കുന്നു? തീറ്റ. സോ നമ്മൾ വരച്ച OP എന്ന് പറയുന്ന ലൈൻ പോസിറ്റീവ് റിയൽ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. അത് ഏത് ഡയറക്ഷനാണ് വരച്ചത് നോക്കിയേ? ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ ആംഗിൾ എന്തായിട്ട് എടുക്കുക? പോസിറ്റീവ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഈ തീറ്റയ്ക്ക് പറയുന്ന പേരാണ് ആർഗ്യുമെന്റ് ഓഫ് z അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് z. നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന വാക്ക് ആർഗ്യുമെന്റ് എന്നാണ്. ഈ തീറ്റയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ആർഗ്യുമെന്റ് ഓഫ് z. റെഡ്യൂസ് ചെയ്ത് ചുരുക്കി നമുക്ക് ARGZ എന്ന് എടുക്കാം. ആർഗ് z എന്ന് എടുക്കാം. ഓക്കെ, ഇവിടെ തീറ്റ എന്ന് പറയുന്ന ആംഗിളിനെ എന്താണ് വിളിക്കുന്നത്? ആർഗ്യുമെന്റ് ഓഫ്, അല്ലെങ്കിൽ ചുരുക്കി നമുക്ക് ആർഗ് z എന്ന് ARGZ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ പുതിയ രണ്ട് ടേമുകൾ നമ്മൾ പഠിച്ചു. ആർഗിന്റെ പ്ലെയിൻ വരച്ചു, P എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തു. അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? x + iy എന്ന കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതിൽ നിന്ന് ഒറിജിനിലോട്ട് ലൈൻ വരച്ചു. അപ്പൊ OP എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കിട്ടി. അവിടെ നമ്മൾ എന്താണ് ആ OP യുടെ ഡിസ്റ്റൻസ് എടുത്തു. അതെന്താണ്? മോഡ് z ആണ്. അതിന് ഞാൻ എന്തെന്ന് എടുത്തു? r. ഇനി ഈ OP എന്ന് പറയുന്ന ലൈൻ x ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ പോസിറ്റീവ് x ആക്സിസ് അല്ലെങ്കിൽ പോസിറ്റീവ് റിയൽ ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തെന്ന് എടുത്തു? തീറ്റ. ഡിസ്റ്റൻസ് എന്ന് പറയുന്ന മോഡ് z ആയതുകൊണ്ട് അതിന് നമുക്ക് എന്തെന്ന് പറയാം? മോഡുലസ് ഓഫ് z എന്ന് പറയാം. തീറ്റ എന്ന് പറയുന്നതിന് പുതിയൊരു പേര് പഠിച്ചു, ആർഗ്യുമെന്റ് ഓഫ് z. ഓക്കെ, അപ്പൊ നമുക്ക് xy എന്ന് പറയുന്ന രണ്ട് വാല്യൂവിന് പകരം പുതിയതായിട്ട് രണ്ട് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാ? ഒരെണ്ണം r, അടുത്ത എന്താ? തീറ്റ. ഒരെണ്ണം r, അടുത്തത് തീറ്റ. പോളാർ റെപ്രസെന്റേഷനിലോട്ട് പോവാണ്. അതിനാണ് നമ്മൾ ആർഗിന്റെ പ്ലെയിൻ വരച്ചു, ഒരു കോമൺ ആയിട്ട് പോയിന്റ് എടുത്തു, അതിനകത്ത് രണ്ട് പുതിയ ടേംസ് മാർക്ക് ചെയ്തു. ഒന്ന് r, അടുത്തത് തീറ്റ. എന്താ r എന്ന് പറഞ്ഞാൽ? മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പർ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ആർഗ്യുമെന്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ. ആർഗ്യുമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? പോസിറ്റീവ് റിയൽ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഈ രണ്ട് വാല്യൂസ് വെച്ചുകൊണ്ട്, അതായത് r, തീറ്റ, ഈ രണ്ട് വാല്യൂസ് വെച്ചുകൊണ്ട് നമുക്ക് എന്തിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ പോളാർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഈ r, തീറ്റ ഈ കൊടുത്തേക്കുന്നുണ്ടോ? ഓർഡേഡ് പെയർ ആയിട്ടല്ലേ എഴുതിയിരിക്കുന്നത്. അതിനെ നമ്മൾ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താണ് പോളാർ കോർഡിനേറ്റ്സ്? r, തീറ്റ. ഒരു കോംപ്ലക്സ് നമ്പറിനെ r ഉം തീറ്റയും കൂടെ വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്തെന്ന് പറയാം? പോളാർ ഫോം ഓഫ് റെപ്രസെന്റേഷൻ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാം. തീറ്റയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 0 to 2π കഴിഞ്ഞ ഇത് വീണ്ടും എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. ശരിയല്ലേ? ഇതാ തീറ്റ ഇവിടെ തുടങ്ങി, കാരണം ഇവിടെ വന്നാൽ 90, ഇവിടെ വന്നാൽ എത്ര വരും? 180. നേരെ ഇവിടെ വരുമ്പോ 270, പിന്നെ ഇവിടെ വരുമ്പോഴോ 360. വീണ്ടും കറങ്ങിയാലും എന്തിന്റെ എഫക്ട് തന്നെയാണ്? ഇവിടുന്ന് വീണ്ടും നമ്മൾ ഫസ്റ്റ് കൊണ്ടുവരുന്ന എഫക്ട് തന്നെയല്ലേ? അപ്പൊ 0 to 2π 0 മുതൽ 360 വരെ വന്നിട്ട് വീണ്ടും എന്ത് റിപ്പീറ്റ് ചെയ്യും? ആംഗിൾ വാല്യൂ റിപ്പീറ്റ് ചെയ്യും. 360 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? റേഡിയനിൽ പറയുമ്പോ 2π ക്ക് ഈക്വൽ ആണ്. അപ്പൊ 0 to 2π എന്ത് റിപ്പീറ്റ് ചെയ്യും? ആംഗിൾ റിപ്പീറ്റ് ചെയ്യും. അതായത് 0 to 2π വരുന്ന അതേ മോഡൽ തന്നെ എനിക്ക് ആംഗിൾ എവിടെ തൊട്ട് എവിടെ വരെ വരുന്നത്? 2π to 4π. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ തീറ്റയ്ക്ക് 2π റേഞ്ചിൽ ഒരു ആംഗിൾ വാല്യൂ എന്ത് ചെയ്തിരിക്കണം? സെറ്റ് ചെയ്യാം. ആ സെറ്റ് ചെയ്യുന്ന ആംഗിൾ വാല്യൂ എന്താന്ന് ചോദിച്ചാൽ -π to π.
അപ്പൊ ഇവിടുത്തെ കേസിൽ എന്താണ് തീറ്റ എന്ന് പഠിച്ചു കഴിഞ്ഞു. ആ തീറ്റയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വാല്യൂ സെറ്റ് ചെയ്യണം. 2π റേഞ്ചിൽ ഒരു വാല്യൂ സെറ്റ് ചെയ്യണം. അത് ഏതാണ്? -π to π. തീറ്റയുടെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? -π to π. ഇതിനെ നമ്മൾ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് വാല്യൂ ഓഫ് z എന്ന് പറയും, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആർഗ് z എന്ന് പറയും. ഇപ്പൊ ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ പറയുന്ന ആംഗിൾ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ 0 to 2π എന്നോ 2π to 4π എന്നോ അങ്ങനെ ഏതെങ്കിലും വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ചൂസ് ചെയ്യാം. ഇൻ കേസ് അങ്ങനെയൊന്നും പറയുന്നില്ല, ജസ്റ്റ് റൈറ്റ് ദി പോളാർ ഫോം എന്ന് മാത്രമേ പറയുന്നുള്ളെങ്കിൽ തീറ്റയുടെ വാല്യൂ എവിടെ ആയിരിക്കണം? -π-ക്കും π-ക്കും ഇടയ്ക്കായിരിക്കണം. തീറ്റയുടെ വാല്യൂ എവിടെ ആയിരിക്കണം? -π-ക്കും π-ക്കും. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് പോളാർ റെപ്രസെന്റേഷൻ പഠിക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് ഈ എഴുതിയിരിക്കുന്ന കാര്യം ഇത് ഞാൻ മാറ്റിയാണ്. ഇതവിടെ നിന്നോട്ടെ, R അവിടെ നിന്നോട്ടെ, തീറ്റ അവിടെ നിൽക്കട്ടെ. ഇനി P എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടോ? അവിടെ നിന്നൊരു വെർട്ടിക്കൽ ലൈൻ താഴോട്ട് വരച്ചു. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ആയിരിക്കും. ഈ ലൈൻ എന്തിനെ റെപ്രസെന്റ് ചെയ്യും? P യിൽ നിന്ന് എങ്ങോട്ട് വരച്ചു? X ആക്സിലോട്ട് വരച്ചു. P യിൽ നിന്ന് X ആക്സിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? Y യെ റെപ്രസെന്റ് ചെയ്യുന്നു. P യിൽ നിന്ന് ഇനി ഞാൻ Y ലോട്ട് വരയ്ക്കുന്നു. അതെന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? X ആക്സിസിനെ റെപ്രസെന്റ് ചെയ്യുന്നു, അല്ല X കോർഡിനേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഇത് X കോർഡിനേറ്റ് അല്ലേ? ഈ വാല്യൂ സെയിം അല്ലേ? അപ്പൊ ഇവിടെ എനിക്ക് എന്തെന്ന് കൊടുക്കാം? X എന്ന് കൊടുക്കാം. ഓക്കെ ആണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു റൈറ്റ് ട്രയാംഗിൾ ഉണ്ട്, ഹൈപ്പോട്ടനൂസ് R, ഈ സൈഡ് X, ഈ സൈഡ് Y, ഒരു ആംഗിൾ പറയാ തീറ്റ. അങ്ങനെയാണ് ഈ ഫിഗർ നോക്കിയിട്ട് cos θ എന്ന് എടുത്തേ. cos θ എന്ത് വരും? cos θ എങ്ങനെ cos കണ്ടുപിടിക്കുന്നത്? adjacent side by hypotenuse, adjacent side X, hypotenuse R. അപ്പൊ എങ്ങനെ വരും? X by R. by 1 ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ നോക്കി, 1 into x x equal to R cos θ. അപ്പൊ x ന് നമുക്ക് പുതിയൊരു വാല്യൂ കിട്ടി, എന്താണ്? R cos θ. ഇനി ഇതിൽ നിന്ന് തന്നെ sin θ എന്ന് കണ്ടുപിടിച്ചോക്കെ. sin θ, sin എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. ഓപ്പോസിറ്റ് സൈഡ് എന്താ? y, ഹൈപ്പോട്ടനൂസ് R. അപ്പൊ എങ്ങനെ എടുക്കാം? y by R. ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്ത് നോക്കി, 1 into y എന്ത് കിട്ടും? y equal to sin θ into R, R sin θ. അപ്പൊ x ന് എനിക്ക് പുതിയൊരു വാല്യൂ കിട്ടി, എന്താ? R cos θ. y ക്ക് പുതിയൊരു വാല്യൂ കിട്ടി, എന്താണ്? R sin θ. സോറി, x ന് ഒരു വാല്യൂ കിട്ടി R cos θ, y ക്ക് ഒരു വാല്യൂ കിട്ടി R sin θ. ഓക്കേ, ഇപ്പൊ നമ്മള് പോളാർ കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചു. x നെ എന്തിൽ എഴുതി? R ലും θയിലും കൊടുത്തു. അപ്പോ x equal to എന്തെന്ന് കിട്ടി? R cos θ എന്നും y equal to എന്തെന്ന് കിട്ടി? R sin θ എന്നും കിട്ടി. ഓക്കേ, ഇനി നമുക്ക് കോംപ്ലക്സ് നമ്പറിനെ R ലും θയിലും ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നോക്കിക്കോളാം. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താ? z equal to x plus iy. ശരിയല്ലേ? നമുക്ക് ആ പാടെ എന്ന ഫോം ഇതാണ്, x plus iy. ഇവിടെ ഇപ്പോ x ന് നമ്മൾ പുതിയൊരു വാല്യൂ കണ്ടുപിടിച്ചു. x ന് എന്താ തൊട്ട് മുമ്പേ കണ്ടുപിടിച്ചത്? R cos θ plus i അതുപോലെ ഇട്ടു. y ക്ക് എന്ത് കണ്ടുപിടിച്ചു? R sin θ. ഇത് രണ്ടിൽ നിന്ന് എനിക്ക് എന്ത് കോമൺ എടുക്കാം? R കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ എങ്ങനെ എഴുതാം? R into cos θ plus I sin θ. ഓക്കേ, ഇവിടെ ഇപ്പൊ നോക്കി, നമ്മളെ കോംപ്ലക്സ് നമ്പറിന്റെ അകത്ത് തൊട്ട് മുമ്പേ x ഉം y ആയിരുന്നു. ഇപ്പൊ അത് ഏത് ഫോമിലായി? R ലും θയിലും മാറി. ഇപ്പൊ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ എന്തിൽ റെപ്രസെന്റ് ചെയ്തു? പോളാർ കോർഡിനേറ്റ്സ് വഴി റെപ്രസെന്റ് ചെയ്തു. ഈ ഒരു റെപ്രസെന്റേഷനാണ് എന്തെന്ന് പറയുന്നത്? പോളാർ റെപ്രസെന്റേഷൻ. അപ്പൊ z equal to x plus iy എന്ന കോംപ്ലക്സ് നമ്പറിനെ R into cos θ plus I sin θ എന്ന് എഴുതുമ്പോൾ ഏത് ഫോമിൽ മാറി? പോളാർ ഫോമിലോട്ട് മാറി. എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്, ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ട് അതിനെ എന്തിലോട്ട് മാറ്റുക? പോളാർ ഫോമിലോട്ട് മാറ്റാം. ഓക്കെ, അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണ്ട കേസ് എന്താണ്? തീറ്റയുടെ വാല്യൂ -π-ക്കും π-ക്കും ഇടയിലായിരിക്കണം. അത് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് വാല്യൂ ഓഫ് z, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആർഗ് z എന്ന് എടുക്കാം.
ഓക്കെ, ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തീറ്റയുടെ വാല്യൂ മൈനസ് പൈക്കും പൈക്കും ഇടയ്ക്കാണോ എന്നുള്ളത് നോക്കി ചെയ്യാം. ഇത് ഇത്രയും ക്ലിയർ ആണല്ലോ. ഇപ്പോ ഒരു കോംപ്ലക്സ് നമ്പർ എന്താണ്? z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. അതിനെ ഏത് ഫോമിലോട്ട് മാറ്റുന്നു? r ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഏത് ഫോമായി? പോളാർ റെപ്രസെന്റേഷൻ ആയി. കുറച്ചുകൂടി കഴിയുമ്പോൾ, കുറച്ച് ഹയർ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ ഈ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ നടക്കുന്നുണ്ടോ, അതിനെ e റൈസ് ടു ഐ തീറ്റ എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? e റൈസ് ടു ഐ തീറ്റ. ഈ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു റെപ്രസെന്റേഷനെ നമുക്ക് എന്തെന്ന് പറയാം? എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് റെപ്രസെന്റേഷൻ. എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് റെപ്രസെന്റേഷൻ. ഇപ്പൊ പോളാർ ഫോം ഉണ്ട്, നോർമൽ ഫോം ഉണ്ട്, പിന്നെ ഏതുണ്ട്? എക്സ്പോണൻഷ്യൽ ഫോം ഉണ്ട്. അത് ഇത്രേ ഉള്ളൂ. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയ്ക്ക് പകരം എന്തെന്ന് കൊടുക്കുന്നു? e റൈസ് ടു ഐ തീറ്റ. ഈ റൈസ് ടു വരികയാണെങ്കിൽ അതിന് നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന് എന്തെന്ന് പറയാം? ഈ കൊടുത്തിരിക്കുന്നതിനെ എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് റെപ്രസെന്റേഷൻ എന്ന് പറയാം. ഇതിപ്പോ നിങ്ങൾക്ക് എന്തില്ല, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല. ഹയർ ക്ലാസ്സിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ പോളാർ ഫോം ക്ലിയർ ആണല്ലോ. ഇനി ഇതിന്റെ പ്രോബ്ലം ചെയ്യണം. എങ്ങനെയാണ് ഇതിലെ പ്രോബ്ലം ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 107, പഴയ ടെക്സ്റ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു. 107 എക്സാമ്പിൾ 7 എന്ന ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുക, പേജ് നമ്പർ നോക്കണ്ട, എക്സാമ്പിൾ 7 എടുക്കുക. ഓക്കെ, എക്സാമ്പിൾ 7 എന്താണ് തന്നേക്കുന്നതെന്ന് വായിച്ചു നോക്കി. എന്താണ് എക്സാമ്പിൾ 7 പറഞ്ഞിരിക്കുന്നത്? റെപ്രസെന്റ് ദി കോംപ്ലക്സ് നമ്പർ z ഈക്വൽ ടു 1 പ്ലസ് i റൂട്ട് 3 ഇൻ ദി പോളാർ ഫോം. z ഈക്വൽ ടു 1 പ്ലസ് i റൂട്ട് 3. ഇതിനെ ഏത് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക? പോളാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാം പോളാർ ഫോം എന്താ? z ഈക്വൽ ടു r cos തീറ്റ പ്ലസ് i r sin തീറ്റ. ശരിയല്ലേ? r r തീറ്റ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണ്. z ഈക്വൽ ടു r cos തീറ്റ പ്ലസ് i r sin തീറ്റ. ഇനി നമ്മൾ ഇവിടുന്ന് ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടുത്തെ റിയൽ പാർട്ട് എന്താ? 1. ഇവിടുത്തെ റിയൽ പാർട്ട് എന്താ? r cos തീറ്റ. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം, r cos തീറ്റ ഈക്വൽ ടു 1. ഇനി ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ഇമാജിനറി പാർട്ട് റൂട്ട് 3. ഇവിടുത്തെ എന്താ? r sin തീറ്റ. അപ്പൊ r sin തീറ്റ ഈക്വൽ ടു റൂട്ട് 3. അപ്പൊ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറും പോളാർ റെപ്രസെന്റേഷനോടെ കമ്പയർ ചെയ്ത് രണ്ട് ഇക്വേഷൻ മോഡൽ കണ്ടുപിടിച്ചു. r cos തീറ്റ ഈക്വൽ ടു 1, r sin തീറ്റ ഈക്വൽ ടു റൂട്ട് 3. ഓക്കെ ആണല്ലോ. ഇതിൽ നിന്ന് r ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെയും സ്ക്വയർ എടുക്കും, ഇവിടെയും സ്ക്വയർ എടുക്കും, രണ്ട് സൈഡിലും സ്ക്വയർ എടുക്കും, എന്നിട്ട് ആഡ് ചെയ്യും. അപ്പോ ഇവിടെ ഒന്ന് സ്ക്വയർ എടുത്ത് പറഞ്ഞേ. r cos തീറ്റ ഈക്വൽ ടു 1 സ്ക്വയർ എടുത്താ r സ്ക്വയർ cos സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഇവിടെ എടുത്താലോ r സ്ക്വയർ sin സ്ക്വയർ തീറ്റ ഈക്വൽ ടു റൂട്ട് 3 യുടെ സ്ക്വയർ 3. ശരിയാണോ? അപ്പോ r സ്ക്വയർ cos സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1, r സ്ക്വയർ sin സ്ക്വയർ തീറ്റ ഈക്വൽ ടു 3. ഓക്കെ, അപ്പൊ രണ്ട് ഇക്വേഷനും സ്ക്വയർ എടുത്ത് എഴുതി. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്യാം. എങ്ങനെ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുന്നേ? ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുക, റൈറ്റ് സൈഡ് ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്താ നടക്കുന്നത്? r സ്ക്വയർ cos സ്ക്വയർ തീറ്റ പ്ലസ് ഇവിടെ എന്താ നടക്കുന്നത്? r സ്ക്വയർ sin സ്ക്വയർ തീറ്റ. അപ്പോ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യും. ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ 1, ഇവിടെ 3. അപ്പൊ എങ്ങനെ എടുക്കാം? 1 പ്ലസ് 3. ഇത് രണ്ടിന് എന്തെങ്കിലും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുമോ നോക്കി. r സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? cos സ്ക്വയർ തീറ്റ പ്ലസ് sin സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് 3 4. ഇനി നമുക്കറിയാം cos സ്ക്വയർ തീറ്റ പ്ലസ് sin സ്ക്വയർ തീറ്റ അതൊരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആണ്. വാല്യൂ എത്രയാണ്? 1. cos സ്ക്വയർ തീറ്റ പ്ലസ് sin സ്ക്വയർ തീറ്റ വാല്യൂ എത്രയാണ്? 1. അപ്പൊ ഇവിടുത്തെ കേസ് ഈ ടേം ഇത്രയും 1 ആയി. 1 into r സ്ക്വയർ, r സ്ക്വയർ ഈക്വൽ ടു 4. അങ്ങനെ r ന്റെ വാല്യൂ എന്തായിരിക്കും? റൂട്ട് 4 ഈക്വൽ ടു 2. ഡിസ്റ്റൻസ് ആണ് r എന്ന് പറയുന്നത്, മോഡുലസ് വാല്യൂ ആണ്. അത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ r ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആദ്യം കമ്പയർ ചെയ്ത് നോക്കി,
എന്നിട്ട് രണ്ട് സൈഡ് രണ്ട് ഇക്വേഷനെയും സ്ക്വയർ ചെയ്തു, then ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോൾ നമുക്ക് r ന്റെ വാല്യൂ കിട്ടി 2. ഓക്കേ, ക്ലിയർ ആണല്ലോ ഇത്രയും? അപ്പൊ ഇത് സോൾവ് ചെയ്തു, നമുക്ക് r ന്റെ വാല്യൂ എത്രയെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എഴുതി വെച്ചിട്ടില്ലേ, കമ്പയർ ചെയ്ത് എഴുതി വെച്ചിട്ടില്ലേ, അവിടെ r കിടക്കുന്നിടത്ത് ഈ കിട്ടിയ വാല്യൂ 2 കൊടുക്കുക. അപ്പൊ 2 cos θ = 1, അതുപോലെ 2 sin θ = √3. അങ്ങനെ cos θ യുടെ വാല്യൂ എന്താ? cos θ into 2 അപ്പുറത്ത് പോകുമ്പോ by 2, അപ്പൊ 1/2. cos θ = 1/2. sin θ = ഈ 2 അപ്പുറത്ത് കൊണ്ടേ എന്ത് കിട്ടും? √3/. സൈനും പോസിറ്റീവ് ആണ്, കോസും പോസിറ്റീവ് ആണ്. രണ്ട് വാല്യൂ പോസിറ്റീവ് ഏത് ക്വാഡ്രന്റിലായിരിക്കും? ഫസ്റ്റ് ക്വാഡ്രന്റ്. അത് നമ്മൾ പഠിച്ചതാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം എന്താണ്? പോസിറ്റീവ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിലോട്ട് പോകുമ്പോഴോ സൈനും കൊസീക്കും എന്താണ്? പോസിറ്റീവ് ആണ്. തേർഡ് ക്വാഡ്രന്റിൽ പോകുമ്പോഴോ ടാനും കോട്ടും പോസിറ്റീവ്. ഫോർത്ത് ക്വാഡ്രന്റിലാകുമ്പോഴോ കോസും സീക്കും പോസിറ്റീവ്. ആ ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, അത് അറിയണം കേട്ടോ. ഇത് ചെയ്യണമെങ്കിൽ ആ ഒരു സംഭവം അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ക്വാഡ്രന്റിൽ all are positive, സെക്കൻഡിലാകുമ്പോഴോ സൈൻ, തേർഡ് കേസ് വരുമ്പോഴത്തേക്ക് ടാൻ, അതിന്റെ റെസിപ്രോക്കലും വരും. ഇവിടെ ആകുമ്പോഴോ കോസ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ all are positive, സെക്കൻഡിലെ സൈനും കൊസീക്കും പോസിറ്റീവ്, ബാക്കി നെഗറ്റീവ്. തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടും പോസിറ്റീവ്, ബാക്കി നെഗറ്റീവ്. ഫോർത്ത് ക്വാഡ്രന്റിലോ കോസും സീക്കും പോസിറ്റീവ്, ബാക്കി നെഗറ്റീവ്. അപ്പൊ ഇവിടെ കേസിലെ രണ്ടും എന്ത് വാല്യൂ വന്നേക്കുന്നത്? പോസിറ്റീവ് അല്ലേ? സോ ഈ വാല്യൂ എവിടെയാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. നമുക്കറിയാം തീറ്റയുടെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെ വരേണ്ടത്? -π to π, ശരിയല്ലേ? അപ്പൊ ഇവിടെ 0, ഇവിടെ എന്താ? π/2. 0 to π/2 ആണ് ഏത് ക്വാഡ്രന്റ് വരിക? ഫസ്റ്റ് ക്വാഡ്രന്റ് വരിക. ഈ വാല്യൂന്റെ ഇടയ്ക്കുള്ളത് ഈ റേഞ്ചിൽ വരുമല്ലോ, ശരിയല്ലേ? അപ്പം 0ക്കും π/2, 0നും 90നും ഇടയ്ക്കാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. നമ്മുടെ തീറ്റയുടെ വാല്യൂ എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞേക്കുന്നത്? -180നും +180നും ഇടയിൽ. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നതെങ്കിൽ വാല്യൂ എങ്ങനെ എടുക്കാം? ഈ റേഞ്ചിന് ഇടയ്ക്ക് തന്നെയല്ലേ, അത് അതുപോലെ എടുക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇനിയും വരുന്നുണ്ട്, അപ്പൊ കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഇവിടുത്തെ കേസിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് തീറ്റയുടെ വാല്യൂ നിങ്ങൾ അതുപോലെ എടുക്കുക. അപ്പൊ എങ്ങനെ ആലോചിക്കണം? cos θ 1/2 കിട്ടണം, sin θ √3/2 കിട്ടണം. എപ്പോഴാ cos θ 1/2 കിട്ടുന്നത്? നമുക്കറിയാം തീറ്റയുടെ വാല്യൂ 60 ആണെങ്കിൽ അല്ലെ, cos 60 1/2, sin 60 √3/2. അപ്പൊ തീറ്റയുടെ വാല്യൂ ഇവിടെ എത്രയാ വരേണ്ടത്? 60 ഡിഗ്രി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഗ്രിയിലല്ല ഇനി ആംഗിൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്, എന്തിലാണ്? റേഡിയനിലാണ്. 60 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? π/3ക്ക് ഈക്വൽ ആണ്. തീറ്റ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? π/3ക്ക് ഈക്വൽ ആണ്. ഓക്കേ, അപ്പൊ നമുക്ക് തീറ്റയുടെ വാല്യൂ എത്ര കിട്ടി? π/3 കിട്ടി. ഈ വാല്യൂ ഏതിനിടയിലാണ്? -π ക്കും π ക്കും ഇടയിലാണ്. ഇനി ഫൈനൽ ആൻസർ എഴുതിയാൽ മതി. z = r ന്റെ വാല്യൂ എത്ര കിട്ടിയിരുന്നത്? 2. cos തീറ്റയുടെ വാല്യൂ എന്ത് കിട്ടി? π/3 പ്ലസ് i, വീണ്ടും r ന്റെ വാല്യൂ 2, sin തീറ്റയുടെ വാല്യൂ എന്താ? π/3. ഇപ്പോൾ ഏത് ഫോമിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തു? പോളാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്തു. ഈ മെത്തേഡ് ഇതുപോലെ ഓർത്തു വെക്കുക. അപ്പോ നമ്മൾ ഇവിടെ തീറ്റയുടെ വാല്യൂ ഫസ്റ്റ് ക്വാഡ്രന്റോ സെക്കൻഡ് ക്വാഡ്രന്റോ വന്നാൽ പ്രശ്നമില്ല. തേർഡും ഫോർത്തും വരുമ്പോൾ ഒരു ചെറിയ കാര്യം നമ്മൾ ചെയ്യണം. ആ മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ വരും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ആദ്യം എന്താ നമ്മൾ ചെയ്തത്? കോംപ്ലക്സ് നമ്പർ കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്തുകൊണ്ട് ഏതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു? ആ cos θ = ഒരു വാല്യൂ, ആ sin θ = ഒരു വാല്യൂ. പിന്നെ രണ്ടെണ്ണം സ്ക്വയർ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അപ്പൊ ഏതിന്റെ വാല്യൂ കിട്ടും? r ന്റെ വാല്യൂ കിട്ടും. ഇതെടുത്ത് ആ cos θ യിലും ആ sin θ യിലും ഇട്ടുകൊടുത്ത് cos θ യുടെയും sin θ യുടെയും വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആണ്. അപ്പൊ sin θ = ഒരു വാല്യൂ, ആ വാല്യൂ കിട്ടണമെങ്കിൽ തീറ്റ എന്ത് കൊടുക്കണം? അത് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അത് അറിയണം കേട്ടോ. sin θ യുടെ വാല്യൂ കൃത്യമായിട്ട് അറിയണം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാല്യൂസ് ഏതൊക്കെയാണ്? 30, 45, 60. അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. 30, 30, 45, 60. അതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും മിക്കവാറും വരുന്നത്. അല്ലെങ്കിൽ പിന്നെ 0, 90 അങ്ങനെ മൾട്ടിപ്പിൾ വരും. അതാകുമ്പോൾ എളുപ്പമാണ്. ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1, അതല്ലെങ്കിൽ ഇൻഫിനിറ്റി. ഈ രണ്ട് കേസസേ വരത്തുള്ളൂ. അല്ലാത്ത കേസസ് ചോദിക്കുകയാണെങ്കിൽ 30, 45, 60. 30 ആകുമ്പോൾ അതിന്റെ ഇക്വലിന്റെ റേഡിയൻ വാല്യൂ എത്രയാണ്? π/6.
ഓക്കെ 45 ആണെങ്കിലോ 45 ഡിഗ്രി ആണെങ്കിൽ പൈ ബൈ 4. then 60 ഡിഗ്രി ആണെങ്കിലോ പൈ ബൈ 3. ക്വസ്റ്റ്യൻ മാറുന്നതിന് ഇതിൽ ഏതെങ്കിലും ആയിരിക്കും മിക്കവാറും ചോദിക്കുക. ഓക്കെ ക്ലിയർ ആണല്ലോ. ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് തീറ്റയുടെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റി, വേറെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഇനി സെക്കൻഡിലോട്ടും തേർഡിലോട്ടും ഫോർത്തിലോട്ടൊക്കെ ആംഗിൾ വാല്യൂ പോകുമ്പോ എന്താണ് വരുന്ന വ്യത്യാസം അത് നമുക്ക് ചെയ്ത് നോക്കി തന്നെ പഠിക്കണം. ഓക്കെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. കൺവേർട്ട് എക്സസൈസ് 5.2 ക്വസ്റ്റ്യൻ ആണ്. അതിലെ ക്വസ്റ്റ്യൻ ആണ് എക്സസൈസ് 5.2 തേർഡ് ക്വസ്റ്റ്യൻ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൺവേർട്ട് ഈച്ച് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ ഗിവൺ ഇൻ എക്സസൈസ് 3 to 8 ഇൻ ദി പോളാർ ഫോം. ഇപ്പൊ 3 തൊട്ട് 8 വരെ ഉള്ളതിനെ ഏത് ഫോമിലോട്ട് മാറ്റിയെടുക്കുക? പോളാർ ഫോമിലോട്ട് മാറ്റിയെടുക്കുക. അതിലൊരു 2-3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ 1 മൈനസ് i. z ഈക്വൽ ടു എന്ന് തന്നിരിക്കുന്നു 1 മൈനസ് i. ഇതിന്റെ പോളാർ ഫോം എഴുതുക. z ഈക്വൽ ടു 1 മൈനസ് i ഇതിന്റെ പോളാർ ഫോം നമുക്ക് എങ്ങനെ എടുക്കാം? ആദ്യം പോളാർ ഫോം ഒന്ന് എഴുതി നോക്കുക. എന്താ പോളാർ ഫോം പഠിച്ചു വെച്ചേക്കുന്നത്? r cos θ പ്ലസ് i r sin θ. ശരിയല്ലേ? കമ്പയർ ചെയ്ത് നോക്കി. r cos θ ഈക്വൽ ടു 1. r cos θ യുടെ വാല്യൂ എത്രയാണ് വന്നിരിക്കുന്നത്? 1. ഇനി അടുത്തത് r sin θ. എന്താ നടക്കുന്നത് നോക്കിയേ? മൈനസ് i അല്ലേ? സോ എന്ത് വരും? മൈനസ് 1. അപ്പോ r cos θ ഈക്വൽ ടു 1, r sin θ ഈക്വൽ ടു മൈനസ് 1. ഇനി എന്ത് ചെയ്യണം? ഇവിടെയും സ്ക്വയർ എടുക്കുക, ഇവിടെയും സ്ക്വയർ എടുക്കുക, ആഡ് ചെയ്യാം. ഒരുമിച്ച് ചെയ്യാൻ പോവാണേ. ലെഫ്റ്റ് സൈഡിൽ സ്ക്വയർ എടുക്കുന്നു, r സ്ക്വയർ cos സ്ക്വയർ θ പ്ലസ് ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിൽ സ്ക്വയർ എടുക്കുന്നു, എന്ത് കിട്ടും? r സ്ക്വയർ sin സ്ക്വയർ θ ഈക്വൽ ടു ഇവിടെ സ്ക്വയർ എടുക്കുക. 1 ന്റെ സ്ക്വയർ 1 പ്ലസ് മൈനസ് 1 ന്റെ സ്ക്വയറും 1. ഇതിന് എന്ത് കോമൺ ആയിട്ട് എടുക്കാം? r സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കാം. ബാക്കി എന്തുണ്ട്? cos സ്ക്വയർ θ പ്ലസ് sin സ്ക്വയർ θ ഈക്വൽ ടു 1 പ്ലസ് 1 എന്ത് കിട്ടും? 2. cos സ്ക്വയർ θ പ്ലസ് sin സ്ക്വയർ θ യുടെ വാല്യൂ നമുക്കറിയാം 1 ആണ്. 1 into r സ്ക്വയർ, 1 into r സ്ക്വയർ r സ്ക്വയർ ഈക്വൽ ടു 2. അങ്ങനെ r ന്റെ വാല്യൂ എന്തായിരിക്കും? √2. r ന്റെ വാല്യൂ നമുക്ക് എന്തെന്ന് കിട്ടി? √2 എന്ന് കിട്ടി. ഓക്കേ ക്ലിയർ ആണോ? r ന്റെ വാല്യൂ എന്താ കിട്ടിയിരിക്കുന്നത്? √2. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? അതിന് എന്ത് ചെയ്യാം? നമ്മൾ ആദ്യം എഴുതിയ കമ്പയർ ചെയ്തുകൊണ്ട് വാല്യൂ എഴുതിയിട്ടില്ലേ? അവിടെ r ന്റെ അടുത്ത് ആ വാല്യൂ ഇട്ട് കൊടുക്കുക. r ഇപ്പോ നമുക്ക് √2 എന്ന് കിട്ടിയില്ലേ? ഇപ്പോ ഇവിടെ എങ്ങനെ എടുക്കാം? √2 cos θ equal to 1, √2 sin θ equal to -1. അങ്ങനെ cos θ യുടെ വാല്യൂ എന്ത് എടുക്കാം? 1 by √2. sin θ യുടെ വാല്യൂ എന്ത് എടുക്കാം? -1 by √2. ഓക്കേ തൊട്ടുമുമ്പത്തെ കേസിൽ സൈനും കോസും പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് എടുത്തു. ഇവിടെയോ കോസ് പോസിറ്റീവ് ആണ്, സൈൻ നെഗറ്റീവ് ആണ്. അത് ഏത് ക്വാഡ്രന്റിലാണ്? ക്വാഡ്രന്റ് ബേസ് ചെയ്ത് നോക്കുക. ഫസ്റ്റിൽ എല്ലാം പോസിറ്റീവ്, ശരിയാവില്ല. സെക്കൻഡില് സൈൻ പോസിറ്റീവ്, കോസ് നെഗറ്റീവ് ആണ്, ശരിയാവില്ല. തേർഡില് രണ്ടും നെഗറ്റീവ്, സൈനും കോസും നെഗറ്റീവ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിലോ കോസ് പോസിറ്റീവ്, സൈൻ നെഗറ്റീവ്. അപ്പൊ ഈ തന്നിരിക്കുന്നത് ഏത് വാല്യൂ ആണ്? ഫോർത്ത് ക്വാഡ്രന്റിലെ വാല്യൂ ആണ്. ഓക്കെ അപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്ക് വേണ്ടത് ഫോർത്ത് ക്വാഡ്രന്റിലെ വാല്യൂ. അതിന് ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഫോർത്ത് ക്വാഡ്രന്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് എന്താണെന്ന് ചോദിച്ചാൽ cos θ ഈക്വൽ ടു 1/2 വരുന്ന ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആംഗിൾ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ നമുക്ക് വേണ്ടത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് ക്വാഡ്രന്റിലെ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ക്വാഡ്രന്റിലെ തീറ്റയുടെ വാല്യൂ cos θ 1/√2. എപ്പോഴാ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എപ്പോഴാ cos 1/√2 വരുന്നേ? 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/4. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ നമുക്ക് എന്തെന്ന് എടുക്കാം? π/4. ഫസ്റ്റ് ക്വാഡ്രന്റ് ആകുമ്പോൾ തീറ്റയുടെ വാല്യൂ എന്താണ്? π/4. ഓക്കെ ആണല്ലോ. അതിനെ നമുക്ക് ഏത് ക്വാഡ്രന്റിലോട്ട് മാറ്റണം? ഫോർത്ത് ക്വാഡ്രന്റിലോട്ട് മാറ്റണം. എങ്ങനെയാ ഫോർത്ത് ക്വാഡ്രന്റിലോട്ട് മാറ്റുന്നതെന്ന് ചോദിച്ചാൽ ആംഗിൾ ഈക്വൽ ടു തീറ്റ ഈക്വൽ ടു 2π മൈനസ് തീറ്റ ഡാഷ് എന്ന് കൊടുക്കാം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്.
തീറ്റ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലെ വാല്യൂ ആണ്. എനിക്ക് എവിടത്തെ വേണ്ടത്? ഫോർത്ത് ക്വാഡ്രന്റ്. അതിന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 2π യിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം? ഈ ആംഗിൾ മൈനസ് ചെയ്യാം. ഓക്കെ, ഈ ആംഗിൾ എന്ത് ചെയ്യാം? 2π ന്ന് മൈനസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാം തീറ്റയുടെ വാല്യൂ എന്തായിരിക്കണം? -180നും +180നും ഇടയിലായിരിക്കണം. -180നും +180നും ഇടയിലായിരിക്കണം. പക്ഷേ ഇവിടുത്തെ കേസിൽ ഫോർത്ത് ക്വാഡ്രന്റ് അല്ലേ? ഫോർത്ത് ക്വാഡ്രന്റ് എങ്ങനെയാ വരുന്നത്? 0 0 to 90 ഫസ്റ്റ്, 90 to 180 സെക്കൻഡ്, 180 to 270 തേർഡ്, 270 to 360 അതാണ് ഫോർത്ത്. 270 തൊട്ട് 360 വരെ ആ ആംഗിൾ വാല്യൂ ആണ് എവിടെ വരുന്നത്? ഫോർത്ത് ക്വാഡ്രന്റിൽ വരുന്നത്. പക്ഷെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏതിനിടയ്ക്ക് വരണം? -180ക്കും +180ക്കും ഇടയ്ക്ക് വരണം. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ കിട്ടിയ ആൻസറിൽ നിന്ന് ഒരു 2π മൈനസ് ചെയ്യാം. ഫസ്റ്റ് ക്വാഡ്രന്റും സെക്കൻഡ് ക്വാഡ്രന്റും ആണെങ്കിൽ തീറ്റ അതുപോലെ എടുക്കുക. തേർഡും ഫോർത്തും ആണെങ്കിൽ കിട്ടിയ ആംഗിൾ വാല്യൂവിൽ നിന്ന് എന്ത് കുറയ്ക്കുക? 2π മൈനസ് ചെയ്യുക. ഈ സെന്റൻസ് അതുപോലെ ഓർത്തു വെക്കുക. ഫസ്റ്റും സെക്കൻഡും ആണെങ്കിൽ തീറ്റ അതുപോലെ എടുക്കുക. തേർഡും ഫോർത്തും ആണെങ്കിലോ കിട്ടിയ ആംഗിൾ എത്രയാണോ അതിൽ നിന്ന് 2π മൈനസ് ചെയ്യുക. അപ്പൊ ഇവിടെ 2π മൈനസ് π/4 മൈനസ് എന്തെടുക്കുക? 2π. ഏത് ക്വാഡ്രന്റ് ആയതുകൊണ്ടാണ്? ഫോർത്ത് ക്വാഡ്രന്റ്. ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് ചെയ്യാണ്. +2π യും -2π യും കട്ട് ചെയ്തു. ബാലൻസ് എന്തുണ്ട്? -π/. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണോ ഫസ്റ്റ് ക്വാഡ്രന്റിലെ വാല്യൂ കിട്ടുന്നത് അതിന്റെ ഫ്രണ്ടിൽ എന്തിട്ട് കൊടുത്താൽ മതി? മൈനസ് ഇട്ടാൽ മതി. ഏത് ക്വാഡ്രന്റ് ആണെങ്കിൽ? ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിൽ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ പിന്നെ തെറ്റത്തില്ലല്ലോ. അപ്പൊ cos θ 1/√2 വരുന്ന ഫസ്റ്റ് ക്വാഡ്രന്റിലെ വാല്യൂ എന്താണ്? π/4. ഇവിടെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് എങ്ങോട്ട് പോകണം? ഫോർത്ത് ക്വാഡ്രന്റിലോട്ട് പോകണം. ഫോർത്ത് ക്വാഡ്രന്റിലെ വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കിട്ടുന്ന ആംഗിളിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? 2π. എന്ന് പറഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ എങ്ങനെ പറയാം? എന്താണോ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ വാല്യൂ അവിടെ എന്തിട്ട് കൊടുക്കുക? മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടുത്തെ കേസിൽ തീറ്റയുടെ വാല്യൂ എന്തെന്ന് കിട്ടും? -π/4. തീറ്റയുടെ വാല്യൂ -π/4 എന്ന് കിട്ടി. ഏത് ക്വാഡ്രന്റ് ആകുമ്പോഴാണ് ഇത് ചെയ്യുന്നത്? ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്താണോ വാല്യൂ അതിന്റെ കൂടെ എന്തിട്ട് കൊടുക്കുക? മൈനസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതാം? z ഈക്വൽ ടു r ന്റെ വാല്യൂ √2 cos. തീറ്റയുടെ വാല്യൂ എന്താ? -π/4 പ്ലസ് I √2 sin -π/4. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഏതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്? z ഈക്വൽ ടു 1 - i യുടെ പോളാർ ഫോം കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കേസ് ആംഗിൾ ചൂസ് ചെയ്യുമ്പോഴാണ്. ആംഗിൾ ചൂസ് ചെയ്യുമ്പോൾ തേർഡ് ക്വാഡ്രന്റോ ഫോർത്ത് ക്വാഡ്രന്റോ ആണ് വരുന്നതെങ്കിൽ ആംഗിളിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം? 2π മൈനസ് ചെയ്യാം. ഫസ്റ്റോ സെക്കൻഡോ ക്വാഡ്രന്റ് ആണെങ്കിൽ ആംഗിൾ അതുപോലെ എടുക്കുക. ഫസ്റ്റ് ക്വാഡ്രന്റ് ആകുമ്പോൾ ഒന്നുമില്ല, അത് അതുപോലെ എടുക്കുക. എന്നിട്ട് സെക്കൻഡ് ക്വാഡ്രന്റിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം? ചെറിയ മാറ്റമുണ്ട്. അതെങ്ങനെ? ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഈ പറയുന്ന കാര്യം ഓർത്ത് വെച്ചിരിക്കുക. നമുക്കൊരു ആംഗിൾ ഫസ്റ്റ് ക്വാഡ്രന്റിലുണ്ട്, x ആണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഒരു ആംഗിൾ x ആണെങ്കിൽ ഇതിനെ നമ്മൾ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് π മൈനസ് x എടുത്തുകൊണ്ടാണ്. ഇത് ഇതേപോലെ ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് ക്വാഡ്രന്റിലെ ആംഗിൾ വാല്യൂ x ആണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിലോട്ട് എങ്ങനെയാ മാറ്റുന്നത്? π മൈനസ് x. ഇനി ഇതിനെ തേർഡിലോട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യുക? π പ്ലസ് x എടുക്കുക. ഫോർത്ത് ക്വാഡ്രന്റിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിലോ 2π മൈനസ് x എന്ന് എടുക്കുക. അപ്പോ നമുക്ക് x ന്റെ വാല്യൂ ഇപ്പോ π/3 ആണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിലോട്ട് പോകുമ്പോൾ എങ്ങനെ എടുത്താൽ മതി? π മൈനസ് π/3. ഇത് കുറയ്ക്കുമ്പോൾ ഒരു ആൻസർ കിട്ടും. അതാണ് ഏത് ക്വാഡ്രന്റിലെ വാല്യൂ? സെക്കൻഡിലെ വാല്യൂ. തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? പൈയുടെ കൂടെ ആഡ് ചെയ്യണം. ഫോർത്ത് ക്വാഡ്രന്റ് ആണെങ്കിലോ 2π യിൽ നിന്ന് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാണ് ഏത് ക്വാഡ്രന്റ് എന്ന് മനസ്സിലാക്കുന്നത്? സൈന്റെയും കോസിന്റെയും സിമ്പൽ നോക്കി. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ്, സൈൻ പോസിറ്റീവും കോസ് നെഗറ്റീവും ആണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റ്. ഓക്കെ, അടുത്ത രണ്ടും നെഗറ്റീവ് ആണെങ്കിലോ തേർഡ് ക്വാഡ്രന്റ്. ഇനി കോസ് പോസിറ്റീവും സൈൻ നെഗറ്റീവ് ആണെങ്കിലോ ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ക്വാഡ്രന്റിലെ കറസ്പോണ്ടിങ് വാല്യൂ കണ്ടുപിടിക്കുക. സെക്കൻഡിലോട്ട് മാറ്റാൻ പൈയിൽ നിന്ന് മൈനസ് ചെയ്യുക. തേർഡിലോട്ട് മാറ്റാനോ പൈയിലോട്ട് ആഡ് ചെയ്യുക. ഫോർത്തിലോട്ട് മാറ്റാനോ 2π യിൽ നിന്ന് മൈനസ് ചെയ്യുക.
ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇനിയും കുറെ ക്വസ്റ്റ്യനോട് നമുക്ക് ചെയ്ത് നോക്കാം. ഇതൊരു ക്ലിയർ ഒരു പിക്ചർ കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ക്വസ്റ്റ്യനോട് നമുക്ക് ചെയ്യണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ എന്ത് ചെയ്യാണ്, വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്